കോഴിക്കോട് മോഷ്ടിക്കാനെത്തിയ വീട്ടിൽ ഫ്രിഡ്ജിലെ ചോറും മീൻകറിയും അച്ചാറും കഴിച്ച് മോഷ്ടാക്കൾ. പാലെടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചാണ് ഇവരുടെ മടക്കം. ഈ വീട്ടിൽ എന്തെല്ലാം സാധനം ഉണ്ട്, അത് മുഴുവനുണ്ട് വലിച്ചു വാരി നിരത്തിട്ടേക്കുന്നു. എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞങ്ങൾ വരുമ്പോൾ രാത്രിയിൽ ചോറ് വെക്കാൻ വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ വെച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാ. അത് പഞ്ചസാര കോരുന്ന സ്പൂൺ ഇട്ടിട്ടാണ് ആ ചോറ് വിളമ്പിയിട്ട് അതും മീൻകറി എന്നാൽ അതൊന്ന് മൂടിയെങ്കിലും വെക്കാനുള്ള ഒരു സന്മനസ് അവർ കാണിച്ചില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. വിവരങ്ങളുമായി മിഥില, ഇതൊരു പ്രത്യേകതരം മോഷ്ടാക്കളാണെന്ന് തോന്നുന്നു. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. മീൻകറിയും അതുപോലെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് മൂടി വെക്കാൻ പോലുള്ള മനസ്ഥിതി പോലും ആ മോഷ്ടാക്കൾ കാണിച്ചില്ല എന്നാണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. വളരെ മോശമായിപ്പോയി. ഇന്നലെ ഈ താമരശ്ശേരി ഈ ഭാഗങ്ങളിൽ വ്യാപകമായി വീടുകളിൽ മോഷണമുണ്ടായിരുന്നു. ഇത് 4ാമത്തെ വീടാണ്. ഈ ഒരു വീട് വർഗീസിന്റെ വീട്. ഈ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുക്കളയിൽ കയറി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചോറും മീൻകറിയും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചത്. എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുക്കളയിൽ കയറി ചോറും മീൻകറിയും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചത്. നീ കള്ളന്മാർക്ക് അവമാനമാണടാ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? പുറത്ത് ഉണ്ടായിരുന്ന ഒരു ചെയർ എടുത്ത് അകത്തിട്ടു. 3 ചെയറുകൾ ടേബിളിന് സമീപം വെച്ചു. അതിനുശേഷമാണ് ഈ ഫ്രിഡ്ജിലുണ്ടായിരുന്ന പാലെടുത്ത് ചായ ഉണ്ടാക്കിയത്. ഞാനിവിടെ എൻജോയ് ചെയ്യാൻ വന്ന ചായ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും പോയത്. മക്കളെ, മാമനോടും തോന്നല്ലേ? എന്തായാലും അത്രയും ശ്രമം നടത്തിയപ്പോൾ ഒരുപക്ഷെ ക്ഷീണം തോന്നിക്കാണും. അതായിരിക്കും ഇങ്ങനെ ഈ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള കള്ളന്മാരുടെ മടക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട, ഞാൻ ഇനിയും തിരിച്ചു വരും. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല.